അപ്പോൾ ഇവിടെ നമ്മുടെ വഴുതനങ്ങ കറി റെഡിയായിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ എന്ന് പറയാം, വഴുതനങ്ങ ഫ്രൈ. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഉച്ചയ്ക്ക് ഇന്ന് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ വേറൊരു രീതിയിൽ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. വഴുതനങ്ങ പല രീതിയിൽ കറി വെച്ചാൽ പല ടേസ്റ്റുകളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാമെന്ന്. അപ്പോൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ വഴുതനങ്ങ വെക്കാനായിട്ടൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടായിട്ടുണ്ട്. ഇത് അലൂമിനിയത്തിൻ്റെ പാത്രമാണ്. ഞാൻ തേങ്ങയൊക്കെ വറുക്കുന്നതിനകത്താണ്. ഇന്ന് ഞാൻ ഇതങ്ങ് എടുത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി വഴുതനങ്ങ അതിനകത്തേക്ക് ഇടാം. വഴുതനങ്ങ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അടച്ച് വേവിക്കാം. തീ കുറച്ചിട്ട് അടച്ച് വേവിക്കണം. ഇവിടെ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. വറുത്ത കപ്പലണ്ടിയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് ഫ്രൈ ആവുന്നതൊക്കെ തോന്നിരിക്കണം. തീ കുറച്ച് വെച്ചേക്കുക. കുറച്ച് തീയും കൂടെ കൂട്ടി ഉടഞ്ഞു പോകരുത് വഴുതനങ്ങ. ഇനി നമുക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി വറുത്ത് പൊടിച്ചത് ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ വെറൈറ്റി ആയിട്ട് വഴുതനങ്ങ ഉള്ളപ്പം വെറൈറ്റി രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല രുചിയാണ്.